السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലോകഗീത് നാടൻ പാട്ടുകൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച ഭാഗം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് വീണ്ടും ആവർത്തിച്ച് വായിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി ജഹാൻ ലോകഗീത് ഹേ വഹാം ജിന്ദഗി സേ പ്യാർ ഹേ, അവിടെ നിന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ജഹാൻ എവിടെയാണോ ലോകഗീത് ഹേ നാടൻ പാട്ടുള്ളത്, വഹാം അവിടെ ജിന്ദഗി സേ പ്യാർ ഹേ, ജിന്ദഗി ജീവിതം, ജിന്ദഗി സേ ജീവിതത്തോട് പ്യാർ ഹേ ഇഷ്ടമുണ്ട്. എവിടെയാണോ നാടൻ പാട്ടുള്ളത് അവിടെയൊക്കെ ജീവിതത്തോട് ഇഷ്ടമുണ്ട്, ജീവിതത്തോട് പ്രിയമുണ്ട്, ജീവിതത്തോട് സ്നേഹമുണ്ട്. जाड़ू की रुच में अलावों के आसपास बैठे हुए बचपन के साथी किसी जाने पहचाने गीत में सोए हुए सपने जगाते हैं. ജാഡു എന്ന് പറഞ്ഞാൽ തണുപ്പുകാലം എന്നർത്ഥം. തണുപ്പുകാലം ജാഡു. ജാഡുക്കി റുച്ച് എന്ന് പറഞ്ഞാൽ കാലം. ജാഡുക്കി റുച്ച് തണുപ്പുകാലം. ജാഡുക്കി റുച്ച് മീൻ തണുപ്പ് കാലത്ത് അലാവോക്കെ ആസ്പാസ്. അലാവോ എന്ന് പറഞ്ഞാൽ തീ കൂമ്പാരം. നമ്മൾ തണുപ്പ് കാലത്ത് വിറകൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുമല്ലോ, ആ ഒരു തീ കൂമ്പാരത്തിനാണ് അലാവോ എന്ന് പറയുന്നത്. അലാവോക്കെ ആസ്പാസ് അടുത്ത്. അപ്പൊ തീകൂമ്പാരത്തിന്റെ അടുത്ത്, തണുപ്പ് കാലത്ത് തീകൂമ്പാരത്തിന്റെ അടുത്ത് ബൈഠേ ഹുയെ ഇരുന്നിട്ട് ബച്പൻ കെ സാത്തി കുട്ടിക്കാലം, ബച്പൻ കെ സാത്തി കുട്ടിക്കാലത്തെ കൂട്ടുകാരൻ, കിസി ജാനെ പഹ്ജാനെ ഗീത്, ജാനെ പഹ്ജാനെ അറിയാവുന്ന ഗീത്. അപ്പൊ ഏതെങ്കിലും കിസി ജാനെ പഹ്ജാനെ ഗീത്, ഏതെങ്കിലും അറിയാവുന്ന പാട്ട്, ബഹ്ജാനെ ഗീത് മേം ഏതെങ്കിലും അറിയാവുന്ന പാട്ടിൽ സോയെ ഹുയെ സപ്നെ ജഗാത്തെ ഹെ, സോയെ ഹുയെ ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നങ്ങളെ ജഗാത്ത ഹെ ഉണർത്തുന്നു. അങ്ങനെ തണുപ്പ് കാലത്ത് വിറകൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് അതിന് ചുറ്റുമിരുന്ന് പഴയ കാലത്തെ ചെറുപ്പകാലത്തെ ഏതെങ്കിലും അറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന പാട്ടൊക്കെ പാടി അന്നത്തെ കാലത്തെ ഓർമ്മകളൊക്കെ ഉണർത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നങ്ങളെ ഉണർത്തുന്നു. ജാഡു കി റുച്ച് മേ തണുപ്പ് കാലത്ത് അലാവോ കെ ആസ്പാസ് തീ കൂമ്പാരത്തിന്റെ അടുത്ത് ബൈഠേ ഹുയെ ഇരുന്നിട്ട് ബച്പൻ കെ സാത്തി ചെറുപ്പകാലത്തെ കൂട്ടുകാരൻ, കിസി ജാനെ പഹ്ജാനെ ഏതെങ്കിലും അറിയാവുന്ന ഗീത് മേ പാട്ടിൽ, സോയേ ഹുയെ സപ്നെ ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നങ്ങളെ ജഗാത്തെ ഹെ ഉണർത്തുന്നു. चांदनी रातों में बचपन की सखियां चूड़ियों की कंक और पायलों की जंगर से इन गीतों में 4 चांद लगाई है. चांदनी रातों ചന്ദ്രനുള്ള രാവുകൾ, പൗർണമി രാവുകൾ. ചാന്ദിനി രാത്വമേ ചന്ദ്രനുള്ള രാവുകളിൽ, ബച്പൻ കി സഖിയ കുട്ടിക്കാലത്തെ കൂട്ടുകാരികൾ, കൂട്ടുകാരി, സഖിയ കൂട്ടുകാരികൾ. ചോടിയോം കി ഗംഗ് എന്ന് പറഞ്ഞാൽ വളകളുടെ കിലുക്കം, ഗംഗാന കിലുക്കം. ചോടിയോം കി ഗംഗ് വളകളുടെ കിലുക്കം. ഔർ പായിലോം കി ജങ്കാർ സെ, പായിലോം കി ജങ്കാർ, ജങ്കാർ എന്ന് പറഞ്ഞാലും കിലുക്കം എന്നർത്ഥം. പായിലോം കി ജങ്കാർ പാദസരങ്ങളുടെ കിലുക്കം, കിലുക്കത്തോടെ, കിലുക്കം കൊണ്ട്. ഇൻ ഗീതോമേ ഈ പാട്ടുകളിൽ, ചാർ ചാന്ദ് ലഗായി ഹേ, ചാർ ചാന്ദ് എന്നാൽ 4 ചന്ദ്രൻ എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും ചാർ ചാന്ദ് ലഗായി ഹേ അതിന്റെ ഉപയോഗമാണ്. അത് ഭംഗിയാക്കുന്നു എന്നുള്ളത്. ഭംഗിയാക്കുന്നു, ചാർ ചാന്ദ് ലഗായി ഹേ ഭംഗിയാക്കുന്നു. ഒന്നുകൂടെ നോക്കിക്കോളൂ. ചാന്ദിനി രാത്വമേ ബച്പൻ കി സഖിയ ചന്ദ്രനുള്ള രാവുകളിൽ കുട്ടിക്കാലത്തെ കൂട്ടുകാരികൾ. ചോടിയോം കി ഗംഗ് और പായിലോം കി ജങ്കാർ വളകളുടെ കിലുക്കവും പാദസരങ്ങളുടെ കിലുക്കവും കൊണ്ട്. ഇൻ ഗീതോമേ ഈ പാട്ടുകളെ ചാർ ചാന്ദ് ലഗായി ഹേ ഭംഗിയാക്കുന്നു, സൗന്ദര്യമുള്ളതാക്കുന്നു. ജബ് ഫസലേं पकती है और अनाज की सुनहरी बालियां दिलों में उमंगें जगाती है. ജബ് ഫസലേं पकती है കൊയ്ത്തുകാലമാവുമ്പോൾ, ഫസലേं पकती കൊയ്ത്തുകാലം ആവുമ്പോൾ, കൊയ്യാനുള്ള സമയമാവുമ്പോൾ. ഔർ അനാജ് കി സുനഹരി ബാലിയ, അനാജാണ് ധാന്യം, അനാജ് കി ധാന്യങ്ങളുടെ, സുനഹരി ബാലിയ സുന്ദരമായ, സുനഹരിയാണ് സുന്ദരമായ സ്വർണ്ണ നിറമുള്ള എന്നർത്ഥം.
ബാലി, ബാലിയാണ് കതിര്, ബാലിയ കതിരുകൾ. അപ്പോൾ ധാന്യങ്ങളുടെ അനാജ് സുനഹരി ബാലിയ, ധാന്യങ്ങളുടെ സുന്ദരമായ കതിരുകൾ ദിലോമേ ഹൃദയങ്ങളിൽ, ദിലോമേ ഹൃദയങ്ങളിൽ, ഉമങ്കെ ജഗാത്തി ഹെ, ഉമങ്കെ ആഗ്രഹങ്ങൾ, നമ്മൾ പഠിച്ചതാണ്. ഉമങ്കെ ആഗ്രഹങ്ങളെ ജഗാത്തി ഹെ ഉണർത്തുന്നു. അപ്പോൾ കൊയ്ത്തുകാലമായാൽ വയലുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ ഹൃദയങ്ങളിൽ സന്തോഷമുണ്ടാകുന്നു, ആഗ്രഹങ്ങളെ ഉണർത്തുന്നു. തബ് അപ്പോൾ, ലോഗ് ആളുകൾ, ഖുശീസെ സന്തോഷത്തോടെ, തബ് ലോഗ് ഖുശീസെ ജൂം ജൂം കർ നാച്ചത്തെ ഔർ ഗാത്തെ ഹെ. അപ്പോൾ ആളുകൾ ഖുശീസെ സന്തോഷത്തോടെ, ജൂം ജൂം കർ, ജൂം ജൂം എന്ന് പറഞ്ഞാൽ ചാടിക്കളിക്കുക, ആഹ്ലാദിക്കുക എന്നൊക്കെ അർത്ഥം. നാച്ചത്തെ, നാച്ചത്തെ പറഞ്ഞാൽ ഡാൻസ് ചെയ്യുക, നൃത്തം ചെയ്യുക, നൃത്തം വെക്കുക. ഔർ ഗാത്തെ ഹെ പാട്ട് പാടുന്നു. അപ്പോൾ ജൂം ജൂം കർ ചാടിക്കളിച്ചിട്ട്, നാച്ചത്തെ ഔർ ഗാത്തെ ഹെ നൃത്തം വെക്കുന്നു, പാട്ട് പാടുന്നു. ജബ് ഫസലേം പക്തി ഹെ, ജബ് ഫസലേം പക്തി ഹെ കൊയ്ത്തുകാലമാവുമ്പോൾ, ഔർ അനാജ് കി സുനഹരി ബാലിയ ധാന്യങ്ങളുടെ സുന്ദരമായ കതിരുകൾ, ദിലോമേ ഉമങ്കെ ജഗാത്തി ഹെ ഹൃദയങ്ങളിൽ ആഗ്രഹങ്ങളെ ഉണർത്തുന്നു. തബ് ലോഗ് ഖുശീസെ അപ്പോൾ ആളുകൾ സന്തോഷത്തോടെ, ജൂം ജൂം കർ നാച്ചത്തെ ഔർ ഗാത്തെ ഹെ ചാടിക്കളിച്ച് ആഹ്ലാദിച്ച് നൃത്തം വെക്കുന്നു, പാട്ട് പാടുന്നു. നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. जब किसी लड़की की शादी होती है तो उसकी सहेलियां और दूसरी अजीज रिश्तेदार औरतें काहे को बया ही बदे या बाबुल मोरा नैहर छोटो ही जाए जैसे दर्द भरे गीत गाती हैं. जब किसी लड़की की शादी होती है, ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കല്യാണം ആകുമ്പോൾ, കല്യാണം നടക്കുമ്പോൾ, ജബ് കിസി ലഡ്കി ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഷാദി കല്യാണം, അപ്പോൾ ഏതെങ്കിലും പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്ന സമയത്ത് ഉസ്കി സഹേലിയ, സഹേലിയ എന്ന് പറഞ്ഞാൽ അവളുടെ കൂട്ടുകാരികൾ, ഉസ്കി സഹേലിയ അവളുടെ കൂട്ടുകാരികൾ, ഔർ ദൂസരി മറ്റുള്ള അസീസ് റിശ്തേദാർ, റിശ്തേദാർ എന്ന് പറഞ്ഞാൽ കുടുംബക്കാർ, റിലേറ്റീവ്സ്, അസീസ് പ്രിയപ്പെട്ട, അപ്പോൾ മറ്റു പ്രിയപ്പെട്ട കുടുംബത്തിലെ ഔറത്തെ പെൺകുട്ടികൾ, പെണ്ണുങ്ങൾ. ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കുമ്പോൾ അവളുടെ കൂട്ടുകാരികളും അതുപോലെ കുടുംബത്തിലെ മറ്റുള്ള പെണ്ണുങ്ങളും കാഹേക്കോ ബയാഹി ബദേസ്, അതൊരു പാട്ടാണ്. കാഹേക്കോ ബയാഹി ബദേസ്, എന്തുകൊണ്ടാണ്, കാഹേ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, കാഹേക്കോ എന്തുകൊണ്ടാണ്, ബയാഹി, ബയാഹി എന്ന പക്ഷിയാണ്, ബദേസ്, ബദേസ് ആണ് വിദേശത്തേക്ക്, എന്തുകൊണ്ടാണ് ഈ പക്ഷിയെ വിദേശത്തേക്ക് അയക്കുന്നത്. അല്ലെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പാട്ട്, അല്ലെങ്കിൽ ബാബുൽ മോറ നെയ്ഹർ ചോട്ടോ ഹി ജായ്. ബാബുൽ എന്ന് പറഞ്ഞാൽ വിരഹഗാനാണ്. ബാബുൽ മോര എന്ന് പറഞ്ഞാൽ മേര എന്നുള്ള അർത്ഥത്തിലാണ് എൻ്റെ. നെയ്ഹർ, നെയ്ഹർ എന്ന് പറഞ്ഞാൽ വധുവിൻ്റെ വീട്, വധുഗൃഹം. ചോട്ടോ ഹി ജായ് ഒഴിവാക്കി പോവുക. അപ്പോൾ ഈ വധുവിൻ്റെ ഗൃഹം ഒഴിവാക്കി പോകുന്ന വിരഹഗാനം. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആദ്യം പറഞ്ഞ കാഹേക്കോ ബയാഹി ബദേസ്, അല്ലെങ്കിൽ ബാബുൽ മോറ നെയ്ഹർ ചോട്ടോ ഹി ജായ്. അപ്പോൾ ഇതുപോലെയുള്ള ജയ്സെ ഇപ്രകാരമുള്ള ദർദ് ബരെ വേദന നിറഞ്ഞ, അപ്പോൾ ആ സമയത്ത് പെണ്ണ് മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞേക്കാണല്ലോ, ആ സമയത്ത് പെണ്ണിൻ്റെ കൂട്ടുകാരികൾ, അവളുടെ കുടുംബക്കാരായ പെണ്ണുങ്ങളൊക്കെ ഇതുപോലെയുള്ള ദർദ് ബരെ വേദന നിറഞ്ഞ ഗീത് ഗാത്തി ഹേ പാട്ടുകൾ പാടുന്നു. इसी तरह जब सावन आता है और किसी नौबयाहता लड़की को ससुराल में अपने माँ बाप भाई और हम जूलियों की याद सताती है तो वह बड़े दर्द भरे अंदाज में गुनगुनाती है. अर्थം നോക്കാം. इसी तरह ഇപ്രകാരം, जब सावन आता है, सावन എന്ന് പറഞ്ഞാൽ മഴക്കാലം, മഴക്കാലം വരുമ്പോൾ, ജബ് സാവൻ ആത്താ ഹെ മഴക്കാലം വരുമ്പോൾ, ഓർ
കിസി നൗ ബയാഹ്ത ലടക്കി. നൗ ബയാഹ്ത എന്നാൽ പുതുതായി കല്യാണം കഴിഞ്ഞാന്നർത്ഥം. പുതുപ്പെണ്ണ, പുതുതായി കല്യാണം കഴിഞ്ഞ, ഏതെങ്കിലും പുതുതായി കല്യാണം കഴിഞ്ഞ പെൺകുട്ടി. കിസി നൗ ബയാഹ്ത ലടക്കി, ഏതെങ്കിലും പുതുതായി കല്യാണം കഴിഞ്ഞ പെൺകുട്ടി. സുസ്രാൽ മേ, സുസ്രാൽ എന്ന് പറഞ്ഞാൽ ഭർതൃഗൃഹം, ഭർത്താവിന്റെ വീട്. ഭർത്താവിന്റെ വീടിനാണ് സുസ്രാൽ എന്ന് പറയുന്നത്. സുസ്രാൽ മേ, ഭർത്താവിന്റെ വീട്ടിൽ. അപ്നെ, തന്റെ. മാം, ബാബ്, ബായി, ഉമ്മ, ഉപ്പ, അതുപോലെ സഹോദരൻ. ഔർ ഹം ജൂലിയോ, ജൂലിയം എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ. ഹം ജൂലിയോ, ഹം ജൂലിയോ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി. ഹം ജൂലിയം കൂട്ടുകാരികൾ. കി, അവരുടെ ഒക്കെ. ഉമ്മയുടെ, വാപ്പയുടെ, അതുപോലെ സഹോദരന്റെ കൂട്ടുകാരികളുടെ. യാദ്, ഓർമ്മ. യാദ്, ഓർമ്മ. യാദ് സതാത്തി ഹേ. സതാത്തി എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്തുക, ശല്യപ്പെടുത്തുന്ന. അപ്പോ ഒരു പുതുതായി കല്യാണം കഴിഞ്ഞ പെൺകുട്ടി അവളുടെ ഭർത്തൃ വീട്ടിൽ പോകുമ്പോൾ അവിടെ വെച്ച് അവളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും അതുപോലെ സഹോദരന്മാരുടെയും കൂട്ടുകാരികളുടെയും ഒക്കെ ഓർമ്മ അവളെ ശല്യപ്പെടുത്തുമ്പോൾ അപ്പോൾ വഹ് ബഡേ ദർദ് ഭരെ അന്ദാസ് മേ, വളരെ വിഷമത്തിലുള്ള രീതിയിൽ. അപ്പോൾ വേദനിക്കുന്ന രീതിയിൽ എന്ന് പറയാം അല്ലെ. ദർദ് ഭരെ അന്ദാസ് മേ, വേദനിക്കുന്ന രീതിയിൽ. വഹ് ബഡേ ദർദ് ഭരെ അന്ദാസ് മേ, വളരെ വലിയ വേദനിക്കുന്ന രീതിയിൽ. ഗുൻഗുനാത്തി ഹേ, പാട്ടുപാടുന്നു. ഗുൻഗുനാത്തി ഹേ എന്ന് പറഞ്ഞാൽ പാട്ടുപാടുന്നു. എന്താ പാടുന്നത്? നേരത്തെ പറഞ്ഞിരുന്നു പെൺകുട്ടികളുടെ കല്യാണ സമയത്ത് പാടുന്ന 2 പാട്ടുകൾ അല്ലെ. അതല്ലാത്തതും പാടുന്നു, പക്ഷെ അപ്രകാരമുള്ള പാട്ടുകളായിരുന്നു പാടിയിരുന്നത് എന്ന്. ഇനി ഈ സമയത്ത് പെൺകുട്ടികൾ പാടുന്ന പാട്ടാണ് ഇവിടെ പറയുന്നത്. അമ്മാ മേരെ ബാവാ കോ ബേജോജി കെ സാവൻ ആയ. അമ്മാ മേരെ ബാവാ കോ ബേജോജി കെ സാവൻ ആയ. അമ്മ, ഉമ്മ, മേരെ ബാവാ കോ ബേജോ, എന്റെ ഉപ്പയെ പറഞ്ഞയക്കൂ. കെ സാവൻ ആയ, എന്തെന്നാൽ മഴക്കാലം വന്നു, മഴക്കാലം വന്നു, എന്റെ ഉപ്പയെ പറഞ്ഞയക്കൂ. ഇസി തറ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് മുഴുവൻ പെൺകുട്ടികളുടെ കല്യാണത്തെ കുറിച്ചാണല്ലോ. പെൺകുട്ടികളുടെ കല്യാണത്തെ കുറിച്ചും വേണ്ടേ അത്? അപ്പോ പെൺകുട്ടികളുടെ കല്യാണത്തിന് മാത്രമാണ് പാട്ട്, നാടൻ പാട്ടുകൾ എന്ന് മനസ്സിലാക്കേണ്ട. ഇസി തറ പ്രകാരം ലഡ്കോ കി ഷാദി, ആൺകുട്ടികളുടെ കല്യാണത്തിലും. ലഡ്കോ കി ഷാദിമേ, ആൺകുട്ടികളുടെ കല്യാണത്തിലും. ഗാനെ ഗായെ ജാത്തെ ഹേ, പാട്ടുകൾ പാടുന്നു. ഇസി തറഹ പ്രകാരം ലഡ്കോ കി ഷാദിമേ ബി, ആൺകുട്ടികളുടെ കല്യാണത്തിലും. ഗാനെ ഗായെ ജാത്തെ ഹേ, പാട്ടുകൾ പാടി വരുന്നു. നമുക്ക് ഈ പാരഗ്രാഫ് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. ജബ് കിസി ലഡ്കി കി ഷാദി ഹോത്തി ഹേ തോ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കല്യാണം ആവുമ്പോൾ. ഉസ്കി സഹേലിയ ഔർ ദൂസരി അസീസ് റിശ്തേദാർ ഔറത്തെ, അവളുടെ കൂട്ടുകാരികൾ, അതുപോലെ അവളുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകൾ. കാഹേ കോ ബയാഹി ബദേസ്, കാഹേ കോ ബയാഹി ബദേസ് എന്ന പാട്ട്. അല്ലെങ്കിൽ ബാബുൽ മോറ നെഹർ ചോട്ടോ ഹി ജായ് എന്ന പാട്ട്. ജയ്സെ ഇപ്രകാരമുള്ള ദർദ് വരെ വേദന നിറഞ്ഞ ഗീത് ഗാത്തി ഹെ, പാട്ടുകൾ പാടുന്നു. ഇസി തറഹ ഇപ്രകാരം ജബ് സാവൻ ആത്താ ഹെ, മഴക്കാലം വരുമ്പോൾ. ഔർ കിസി നൗ ബയാഹ്ത ലഡ്കി, ഏതെങ്കിലും പുതിയ പുതുമണവാട്ടി, പുതിയതായി കല്യാണം കഴിഞ്ഞ പെൺകുട്ടി. സുസ്രാൽ മേ, അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ. അപ്നെ മാം, ബാപ്, ബായി ഔർ ഹം ജൂലിയോ കി, തന്റെ മാതാവിന്റെയും പിതാവിന്റെയും സഹോദരന്റെയും അതുപോലെ കൂട്ടുകാരികളുടെയും. യാദ്, ഓർമ്മ. സത്താത്തി ഹെ, ശല്യപ്പെടുത്തുന്നു. തോ അപ്പോൾ വഹ് ബഡേ ദർദ് ഭരെ അന്ദാസ് മേ ഗുൻഗുനാത്തി ഹെ, ആ സമയത്ത് വളരെ വലിയ വിഷമിക്കുന്ന രീതിയിൽ, വേദന നിറഞ്ഞ രീതിയിൽ അവൾ പാട്ട് പാടുന്നു. അമ്മ മേരെ ബാവാ കോ ബേജോജി കാ സാവൻ ആയ എന്ന പാട്ട് പാടുന്നു. ഇസി തറഹ ഇപ്രകാരം ലഡ്കോ കി ഷാദി മേം ബി, ആൺകുട്ടികളുടെ കല്യാണത്തിലും. ഗാനെ ഗായെ ജാത്തെ ഹൈ, പാട്ടുകൾ പാടി വരുന്നു. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗം, ഈ ചാപ്റ്റർ, ഇത് നാടൻ പാട്ടുകളെ കുറിച്ചാണ്. നമ്മുടെ നാടുകളിൽ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന നാടൻ പാട്ടുകളും
നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്ന പാട്ടുകളും അതിൻ്റെ ചരിത്രങ്ങളും അത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും പാട്ടുകളൊക്കെ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാം. കാരണം നമ്മുടെ ഈ പാഠഭാഗം ദേശീയ തലത്തിലുള്ള നാടൻ പാട്ടുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇതിൽ കാണാൻ സാധിക്കും. എങ്കിലും നാടൻ പാട്ടുകൾ ചില കാര്യങ്ങളിലൊക്കെ സാമ്യം കാണും. നാടൻ പാട്ടുകൾ തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ നാടുകളിൽ കേൾക്കുന്ന പാട്ടുകളും അതും തമ്മിൽ ചിലതിലൊക്കെ സാമ്യം കാണും, ചിലതിൽ വ്യത്യാസം കാണും. അത് കാരണം ഇതാണ്. ദേശീയ തലത്തിലുള്ള ചർച്ചയാണ് ഇതിൽ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി എടുക്കാനുള്ള അടുത്ത പാഠഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇതുവരെയുള്ളത് നന്നായിട്ട് ആവർത്തിച്ച് വായിക്കുക, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.